കൊച്ചി താഴെ വീണത് മാത്രമല്ലേ കണ്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള കണ്ടില്ലല്ലോ. ആദ്യ പകുതി അവസാനിക്കും മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലയിൽ വഴങ്ങിയത് 2 ഗോളുകളാണ്. പ്രതീക്ഷയോടെ പന്ത് തട്ടിയ കൊമ്പന്മാരുടെ കൊമ്പുടഞ്ഞ നിമിഷം. പ്രതീക്ഷകളെല്ലാം കൈവിട്ടുപോയി, ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന് പലരും വിശ്വസിച്ചു. ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ കൊണ്ട് മാന്ത്രികത സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് പലരും തെറ്റിദ്ധരിച്ചു. പ്രതീക്ഷയോടെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ ആരാധകർ അവരുടെ സ്വമനസ്സുകളോട് അവർ ചോദിച്ചു, എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് മാത്രം ഈയൊരു വിധി? അന്നാ മത്സരത്തിൽ തിരിച്ചുവരവ് സാധ്യമാണെങ്കിൽ അവിടം അത്ഭുതം പിറക്കേണ്ടത് നിർബന്ധമായിരുന്നു. അതുകൊണ്ടുതന്നെ വലിയൊരു പ്രതീക്ഷയൊന്നും ആരും ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മേൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പലപ്പോഴായി കാലിടറിപ്പോയ കൊമ്പന്മാർക്ക് ഇരു മത്സരത്തിൽ മടങ്ങിവരൽ അത്രമേൽ അത്യാവശ്യമായിരുന്നു. പന്ത് തട്ടിയ താരങ്ങൾ ഉള്ളിൽ അടിയുറച്ചു വിശ്വസിച്ചു, എന്ത് തന്നെ ചെയ്തിട്ടാണെങ്കിലും തങ്ങളുടെ ഹോം മത്സരമായിട്ടുള്ള കൊച്ചിയിലെ ആ മത്സരം വിജയിക്കുമെന്നവർ അടിയുറച്ചു വിശ്വസിച്ചു. ആ ഒരു മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പിറകിലാണ്. ആരാധകർ നിശബ്ദമായി, അവരിലെ ഊർജം മെല്ലെ മെല്ലെ ചോർന്നുപോയി. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ ഊർജങ്ങൾ അവിടം ചോർന്നു പോയിട്ടില്ലായിരുന്നു. രണ്ടാം പകുതിയിൽ തല ഉയർത്തി തന്നെ മടങ്ങാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പകരക്കാരായിട്ട് പലരെയും അദ്ദേഹം കളത്തിലേക്ക് ഇറക്കി. ഡൈസുക്കി സക്കായി കളത്തിലേക്ക് ഇറങ്ങിയതോടുകൂടെ മത്സരങ്ങൾ മാറി മറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ ഗോൾ ഡൈസുക്കി സക്കായി സ്വന്തമാക്കിയതോടുകൂടെ ചെറിയൊരു പ്രതീക്ഷയും അവിടെ ജനിക്കുകയാണ്. രണ്ടാം ഗോളും മൂന്നാം ഗോളും ഡിമിത്രിയോസ് ഡാമൻഡോഗോസ് സ്വന്തമാക്കിയതോടുകൂടെ 3-2 എന്ന സ്കോർ ബോർഡിൽ അവർ വിജയിച്ചു നിൽക്കുന്നു. മത്സരം അവസാനിക്കാൻ പോകുന്നു എന്ന് പലരും വിശ്വസിച്ച ആ ഒരു സമയത്തായിരുന്നു ഫെഡോർ സിർണീസിൻ്റെ 4ാം ഗോൾ കൂടെ പിറക്കുന്നത്. ഇതോടുകൂടെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അജയ്യരായി തന്നെ തല ഉയർത്തി മടങ്ങുന്നു. ആ ഒരു മത്സരത്തിൽ വമ്പൻ മാർജിനിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണ്. തോറ്റുനിന്ന മത്സരത്തിൽ വീണ്ടും 4 ഗോളുകൾക്ക് അവർ സമ്മാനമായി നൽകിക്കൊണ്ട് വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് സാധിക്കുന്നു. എപ്പോഴും കാലിടറി വീഴുന്ന കൊമ്പുടഞ്ഞ കൊമ്പനല്ല ഇത് എന്ന് കൊച്ചിയിലെ മണ്ണിൽ തന്നെ അവർ തെളിയിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ 10ാം സീസണിലെ വമ്പന്മാരെന്ന് പലരും മുദ്രകുത്തിയ FC ഗോവയെ തന്നെ കൊച്ചിയുടെ മണ്ണിലിട്ട് കത്തിച്ചിരിക്കുകയാണ്. ഈ ഒരു വമ്പൻ വിജയത്തോടുകൂടെ ബ്ലാസ്റ്റേഴ്സ് മറ്റുള്ളവരോട് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഊർജം എവിടെയും ചോർന്നു പോയിട്ടില്ല. മെല്ലെ മെല്ലെ ആ ഊർജത്തെ സ്വരൂപിച്ചുകൊണ്ട് പലരെയും ഞങ്ങൾ സമീപിക്കുന്നതാണ്. ഒരു 10ാം സീസണിൽ പ്രതികാരങ്ങളെല്ലാം വീട്ടി ആ ഒരു കിരീടം ഞങ്ങൾ ഉയർത്തുക